പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത ശേഷം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും ബഹുമാനത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നും ദൈവം നമുക്ക് നൽകിയ ഈ തിരുവചന പഠനത്തിനായുള്ള അവസരത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ബദ്ധപ്പാടുകൾക്കിടയിലും സമയം കണ്ടെത്തി ദൈവവചന പഠനത്തിനായി കൂടി വരുന്നത് ഏറെ അനുഗ്രഹകരമാണ്. സ്തോത്രം. നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണല്ലോ. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാട് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കുകയാണ്. ഓരോ മുദ്രയും പൊട്ടിക്കുന്നു അല്ലെങ്കിൽ തുറക്കുന്നു. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നിറവേറുന്നു. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ മുദ്രാഭേദനത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു വെള്ളക്കുതിരയും ഒരു കുതിര സവാരിയും പ്രത്യക്ഷപ്പെടുന്നു. യേശുക്രിസ്തുവാണ് എന്ന ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ആ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന കുതിരസവാരിക്കാരനും യേശുക്രിസ്തുവും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുള്ളതായി നമ്മൾ ഇന്നലെ രാത്രിയിൽ പഠിച്ചു. ഇന്നലെ വരെ നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നുമില്ല എന്ന് തന്നെ കരുതട്ടെ. നമ്മൾ നേരത്തെ പഠിച്ച ഒരു വിഷയത്തിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ചില കമന്റ് ഇട്ടതും സംശയം ഏതർത്ഥത്തോടെ ഉന്നയിച്ചു എന്ന് എനിക്കറിയില്ല. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ വിമർശനാത്മകമായിട്ടാണോ എന്നറിയില്ല. എന്നാലും 2-3 കാര്യങ്ങൾ അതിലൊരാളല്ല ആ കമന്റുകളെ കുറിച്ച് എൻ്റെ സ്നേഹിതരിൽ ഒരാൾ എനിക്ക് അതിൻ്റെ കോപ്പി എടുത്ത് അയച്ചു തന്നു. അതിൽ ചിലത് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണ്. അതിലൊന്ന്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് ചിന്തിച്ചൊരു ഭാഗമായിരുന്നു. ആരാണ് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചിട്ട്
മിസ്രൈമിൽ നിന്നും പുറപ്പെടുമ്പോൾ വിശ്വസിക്കാതെ പോയവരാണെന്ന് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നു. തെറ്റാണത്. അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളിൽ ദൂതൻ തന്നെയാണ് മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നതും അനുസരണക്കെട്ട് മരുഭൂമിയിൽ പട്ടുപോയതും ഇസ്രായേൽ മക്കളിൽ ചിലരാണ്. അവര് ദൂതന്മാരൊന്നുമല്ല. പിന്നെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് ദൈവം ഉണ്ടാക്കിയ സകലത്തിൽ നിന്നും നിവൃത്തനായതുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെയുള്ള ചില കമന്റുകൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കണേ. അതിൽ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കണ്ടു വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ മുദ്ര കുഞ്ഞാട്ട് പൊട്ടിച്ചപ്പോൾ പ്രത്യക്ഷനാകുന്ന വെള്ളക്കുതിരയും വെള്ള കുതിരപ്പുറത്തെ കുതിരക്കാരനും അത് ക്രിസ്തു അല്ല എന്നും എതിർ ക്രിസ്തുവിനോടാണ് ഏറെ സാധ്യത അല്ലെങ്കിൽ സാമ്യമെന്നും. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരാൾ ചോദിച്ചു. ഒന്ന്, എതിർ ക്രിസ്തുവിന്റെ ഭരണം 7 വർഷമാണെന്ന് എങ്ങനെ അറിയാം? അതിന് ഉത്തരം നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് ദാനിയേൽ 9-ാമത്തെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് 7 വർഷം എന്ന ഒരു കണക്കിലേക്ക് എത്തുന്നത്. കാരണം 70 ആഴ്ചവട്ടങ്ങളിൽ 69 എണ്ണം പൂർത്തിയായി, ഒരാഴ്ചവട്ടം ബാക്കിയുണ്ട്. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. ആ അടിസ്ഥാനത്തിലാണ് 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണം എന്ന് നമ്മൾ പഠിക്കുന്നത്. അത് വിശദീകരിച്ചതായതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദീകരണം അതിന് ആവശ്യമില്ല. രണ്ടാമത്, എതിർ ക്രിസ്തു എന്നൊരു പ്രയോഗമേ ബൈബിളിൽ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയ ഒരു എഴുത്ത് മാത്രമാണുള്ളത്. അതല്ലാതെ എതിർ ക്രിസ്തുവിനെയും വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തെയും എല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു വല്ലാത്ത പഠനമാണിത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് എന്ന ഒരു അഭിപ്രായം ഒരാൾ രേഖപ്പെടുത്തിയത് കണ്ടു. അതുകൊണ്ട് ഈ 2-ാമത്തെ മുദ്രയിലേക്ക് പോകുന്നതിന് മുൻപ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നാം ആകരുത്. അന്തിക്രിസ്തു, എതിർ ക്രിസ്തു എന്നൊക്കെയുള്ള നിലകളിൽ നാം കാണുന്നുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ, നാം യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നിന്ന് 3 വിധത്തിലുള്ള ഭരണത്തെ കുറിച്ച് കാണുന്നുണ്ട്. 3 types of governments, 3 തരത്തിലുള്ള സർക്കാരുകൾ, ഭരണം. ഒന്ന് എടുത്തെങ്കിൽ വായിച്ചോളുമോ? എസേക്കിയേൽ 21, 26 and 27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. ലോകത്തിൽ ഉണ്ടാകുവാനുള്ള 3 ഭരണകൂടങ്ങൾ, 3 ഭരണവ്യവസ്ഥിതികളെ പറ്റിയാണ് ഇവിടെ നാം കാണുന്നത്. ഒന്ന്, കിരീടം, മകുടമുള്ള ഭരണം.
അതാണ് മൊണാർക്കിക്കൽ റൂൾ, രാജഭരണം. പിന്നെ ഉള്ളതാണ് ഡെമോക്രസി, ഉയർന്നും പൊങ്ങിയും ഒക്കെയുള്ള എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ജനായത്ത ഭരണം. ഏറ്റവും ഒടുവിലായി പറയുന്നു, അവകാശമുള്ളവൻ വരുവോളം അല്ലെങ്കിൽ വരുമ്പോൾ. അവിടെ നാം കാണുന്നത് ക്രിസ്റ്റോക്രസിയാണ് അല്ലെങ്കിൽ തിയോക്രസിയാണ്, കർത്തൃഭരണം. രാജഭരണം, ജനകീയ ഭരണം, ദൈവീക ഭരണം. രാജാക്കന്മാരുടെ കിങ്സ് റൂൾ, അവിടെയാണ് കിരീടങ്ങളൊക്കെ. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും രാജാക്കന്മാരുണ്ടെങ്കിലും ഭരണം രാജാക്കന്മാരല്ല നടത്തുന്നത്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് പോലെ ജനകീയ ഭരണമാണ്, അല്ലെങ്കിൽ സർക്കാരുകളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ പല രാജവംശങ്ങൾ ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ രാജാക്കന്മാർ എന്ന നിലയിൽ എല്ലാ രാജ്യങ്ങളിലും മാനിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് ഭരണപരമായ കാര്യങ്ങളില്ല. ഭരണം പ്രത്യേകാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെയാണ് നയിക്കുന്നത്. രാജഭരണത്തിന്റെ മാറ്റം നാം കാണുന്നു. ഇപ്പോൾ ജനകീയ അല്ലെങ്കിൽ ജനായത്ത ഭരണത്തിലാണുള്ളത്, ഡെമോക്രസിയാണ് ഇപ്പോൾ. എന്നാൽ ഇതും അതിലുമുള്ള അപാകതകൾ പലയിടങ്ങളിലും നാം കാണുന്നുണ്ട്. എന്നാൽ അത് എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ ഭരണവ്യവസ്ഥയ്ക്കായി മാറും. അതാണ് ദൈവീക ഭരണവ്യവസ്ഥ. ദൈവീക ഭരണവ്യവസ്ഥ. അപ്പോൾ നാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൈവീക ഭരണവ്യവസ്ഥ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലത്തെ മാനുഷിക ഭരണകൂടം ഇവിടെ ഭരണം നടത്തും. അതാണ് നാം ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്ന ജയിക്കുവാനായും ജയിക്കുന്നവനായും പുറപ്പെടുന്ന കിരീടം, അധികാരത്തിന്റെ പ്രതീകമായി ധരിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഒരു മനുഷ്യൻ. അയാളെ നമ്മൾ എതിർക്രിസ്തു എന്ന പേരിലാണ് വിളിച്ചത്. ആ ഭരണാധിപനെ സംബന്ധിച്ച് ദൈവവചനം പറയുന്ന ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ അയാളെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. ദാനിയേലിലുണ്ട്, യെശയ്യാവിലുണ്ട്. പ്രധാനമായും പഴയ നിയമത്തിൽ അവർ രണ്ടുപേരുമാണ് ആ കാര്യം പറയുന്നത്, യെശയ്യാവും ദാനിയേലും. പുതിയ നിയമത്തിലേക്ക് വേറെ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ഏറ്റവും അധികമായി നമ്മോട് പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പൗലോസും യോഹന്നാനുമാണ്. പൗലോസും യോഹന്നാനും ആ ഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് ഒന്ന് നോക്കി, അധിക സമയം എതിർക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് മാറ്റിവെക്കുന്നില്ല. എന്നാൽ അങ്ങനത്തെ ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം, ഒരു അഭിപ്രായം വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് തന്നെ വിടുന്നത് ഉത്തമമെന്ന് കരുതി. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തില് ഈ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കത്തില്ല. ഇപ്പോൾ അത് 6-ന്റെ 1-2 ബന്ധപ്പെട്ട് ഓർപ്പിച്ചു പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ എതിർക്രിസ്തുവിനെ കുറിച്ച് കാണുന്ന ഭാഗം ദാനിയേലിൻ്റെതുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ വളരെ കുറവാണ്. എങ്കിൽ കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തു നിന്നും വിരമിക്കാമെന്ന് ഞാൻ ആശിക്കുകയാണ്.
യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 5, 6, 12, 24 വാക്യങ്ങൾ. ഐഷയ ചാപ്റ്റർ 10, 5, 6, 12 and 24. അതുപോലെ തന്നെ 30-ാമത്തെ അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ചാപ്റ്റർ 30 വേഴ്സസ് 27 to 33. നാം ആ ഭാഗങ്ങൾ കാണുന്നെങ്കിൽ അവിടെ ഒരു അശൂര്യനായിട്ടാണ്, അസീറിയക്കാരനായിട്ടാണ് യെശയ്യാവ് ഈ വ്യക്തിയെ, ഈ ഭരണാധിപനെ ചിത്രീകരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ ദർശനത്തിൽ ഒരു അസീറിയക്കാരനാണ്. അതുപോലെ 14-ാം അധ്യായം, യെശയ്യാ 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യെശയ്യാവ് പറയുന്നത് ഒരു ബാബിലോണ്യനായിരിക്കും ഇയാളെന്നാണ്. ഒരു ബാബേൽക്കാരൻ, ബാബിലോണ്യനായിരിക്കും എന്നാണ് നാം കാണുന്നത്. 11-ന്റെ 4-ൽ നമ്മൾ കാണുന്നത് യെശയ്യാവ് ആ മനുഷ്യനെ വിളിക്കുന്നത് ദുഷ്ടൻ എന്നാണ്. ദുഷ്ടൻ, ദുഷ്ടൻ. അപ്പം പ്രത്യേകിച്ച് യെശയ്യാവ് എതിർക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുന്ന ഭാഗങ്ങളാണിവ. ഒരു ബാബിലോണ്യ രാജാവായിട്ടും ഒരു അശൂര്യനായ രാജാവായിട്ടും ദുഷ്ടനായിട്ടും അവരുടെയൊക്കെ അവസാനം ദൈവിക ന്യായവിധിയാലാണെന്നും നാം കാണുന്നു. ദൈവിക ന്യായവിധിയിലാണ് അവരുടെയൊക്കെ അവസാനം എന്നുള്ളതും ഈ ഭാഗങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഈ എതിർക്രിസ്തുവിനെ പറ്റി വളരെ അധികം രേഖപ്പെടുത്തിയിട്ടുള്ളത് ദാനിയേലാണ്. അപ്പം ദാനിയേൽ നാം കാണുന്നത് ദാനിയേൽ 2-ാം അധ്യായത്തിന്റെ 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ, ദാനിയേൽ ചാപ്റ്റർ 2, 41 to 43, നാം അവിടെ കാണുന്നത് ഇന്നലെയോ മിനിയാന്നോ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദശരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട ആദ്യത്തെ സ്വപ്നമാണ് ഒരു വലിയ വിഗ്രഹം, ഒരു വലിയ ബിംബം. നെബൂഖദ്നേസർ ദാനിയേൽ 2-ാം അധ്യായത്തിൽ കണ്ട ആ വലിയ ബിംബം അതെന്തിനെ ചിത്രീകരിക്കുന്നുവെന്ന് ഓർമ്മയുണ്ടോ? ഭൂമിയിലെ രാജഭരണങ്ങള്, ഭൂമിയിൽ ഉണ്ടാകുവാനിരുന്ന, ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ദാനിയേൽ ജീവിച്ചിരിക്കുന്ന കാലം മുതൽ ഭൂമിയിൽ ഉണ്ടാകുവാനുള്ള, ഭൂമിയെ ഭരിക്കുവാനുള്ള 4 ലോകൈക സാമ്രാജ്യങ്ങളെ കാണിക്കുന്നതാണ്. ഞാൻ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് എ ടൈം ലൈൻ ഓർ എ ടൈം ടേബിൾ ഓഫ് വേൾഡ് പൊളിറ്റിക്സ്. ലോക രാഷ്ട്രീയ ചിത്രമാണ്, കലണ്ടറാണ്, ടൈം ടേബിൾ ആണ് ദൈവം നെബൂഖദ്നേസറിനെ കാണിച്ചത്. അവിടെ എത്ര രാജ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എത്ര സാമ്രാജ്യങ്ങൾ ഉണ്ടെന്നുള്ളത്? 4 സാമ്രാജ്യങ്ങൾ. 4 എംപയേഴ്സ്, 4 സാമ്രാജ്യങ്ങൾ. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. അതിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു ഇരുമ്പും കളിമണ്ണും കൂടെ
കൂടിക്കലർന്ന ഒരു സംഗതി. ആ ഇരുമ്പും കളിമണ്ണും കൂടിച്ചേരുന്നതിനെയാണ് നമ്മളിപ്പോൾ യെഹെസ്കേലിൽ വായിച്ച ജനായത്ത ഭരണം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ഡെമോക്രസിയുടെ അന്ത്യപാദത്തിൽ 10 രാജാക്കന്മാരെ കാണുന്നു. ആ ബിംബത്തിന്റെ 10 വിരലുകൾ, കാലിന്റെ 10 വിരലുകൾ 10 രാജാക്കന്മാരാണ്. ആ 10 രാജാക്കന്മാർ എന്നുള്ളത് വ്യക്തികളായ രാജാക്കന്മാരായിരിക്കണമെന്നില്ല, ഇൻഡിവിജ്വൽ കിങ്സ് ആകണമെന്നില്ല. ഇപ്പോഴത്തെ ലോക ചിത്രം അനുസരിച്ച് നോക്കിയാൽ കോൺഫെഡറേഷൻ ഓഫ് 10 കിങ്ഡംസ്, 10 രാഷ്ട്രങ്ങളുടെ ദശരാഷ്ട്ര സംഘടനയായിരിക്കും. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള സംഘടനകളുണ്ട്. സാർക്ക്, EU, GCC എന്നൊക്കെ പറഞ്ഞുള്ള പല രാഷ്ട്ര സംഘടനകൾ ഇന്നുണ്ട്. അങ്ങനെയുള്ള 10 രാഷ്ട്ര സംഘടനകളാകാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും ഈ 10 രാജാക്കന്മാരുടെ കാലത്താണ് യേശുക്രിസ്തു തന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക. 33, 34 വാക്യങ്ങളും ദാനിയേൽ 2-ന്റെ 33, 34, 44, 45 വാക്യങ്ങൾ ആ കാര്യം വ്യക്തമാക്കുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഏത് രാജാക്കന്മാരുടെ? 10 വിരലുകൾ പ്രദർശിപ്പിക്കുന്ന 10 രാജാക്കന്മാരുടെ കാലത്ത്. സ്തോത്രം. അവര് ജനാധിപത്യ ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ലോകം ഭരിക്കുന്ന 10 നേതാക്കന്മാർ, ലോക നേതാക്കളായിരിക്കും. അവരുടെ കാലത്താണ് യേശുക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്. കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് ബിംബത്തെ മുഴുവനും അടിച്ച് പൊടിച്ച് ഇല്ലാതെയാക്കിയിട്ട് ആ സ്ഥാനത്ത് ഇത് പടർന്ന് പന്തലിക്കുന്നു. ആ കല്ല് ഭൂമിയിൽ മുഴുവനും നിറയുന്നു. യേശുക്രിസ്തുവിന്റെ ശിലാസാമ്രാജ്യം എന്ന് ഞാൻ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദ സ്റ്റോണി കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. അവിടെയാണ് നാം ദാനിയേലിൽ ഈ ഭരണകാലത്തെ കുറിച്ചുള്ള തുടക്കം കാണുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ അത് അത്ര വ്യക്തമല്ല. കാരണം ഒരു ജാതീയ രാജാവിന് മനസ്സിലാക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നെബൂഖദ്നേസറിന് ദൈവം വെളിപ്പെടുത്തിയുള്ളൂ. എന്നാൽ അതേ വിഷയം നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. 7-ാം അധ്യായത്തിൽ ദർശനം കാണുന്നത് ജാതീയ രാജാവല്ല, ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലാണ്. ദാനിയേലിനോട് ദൈവം വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ നാം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 7-8 വാക്യങ്ങളിൽ, ഡാനിയേൽ 7 verses 7 and 8, നാം അവിടെ കാണുന്നത് ഒരു ഘോര മൃഗത്തെയാണ്. ഒരു ഘോര മൃഗം. അങ്ങനത്തെ ഒരു മൃഗം ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ദാനിയേൽ അതിനെ ഏതെങ്കിലും ഒരു മൃഗത്തോട് സാമ്യപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് ഇരുമ്പ് പല്ലും കൊമ്പുമൊക്കെയുള്ള 10 കൊമ്പുകളുമൊക്കെയുള്ള ഒരു മൃഗത്തെ ദാനിയേൽ കണ്ടിട്ടില്ല, ദാനിയേലിന് അറിയില്ല. അങ്ങനത്തെ ഒരു മൃഗം ഭൂമിയിലില്ല. അതുകൊണ്ട് അതിന് പേര് പറയുന്നില്ല. പക്ഷേ വെളിപ്പാട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ മൃഗത്തെ കുറെ കൂടെ പരിചയത്തോടെ കാണാൻ പറ്റും. യോഹന്നാൻ കാണുന്നത് വെളിപ്പാട് 13-ന്റെ 1-2 വാക്യങ്ങളിൽ ആ മൃഗത്തിന്റെ 4 പ്രത്യേകതകൾ കാണുന്നു. ആ മൃഗത്തെ ഒറ്റ നോട്ടത്തിൽ ദേഹം, ബോഡി കൊണ്ട് അത് പുള്ളിപ്പുലിക്ക് സമമാണ്. നമുക്കറിയാം 7-ാം അധ്യായം ദാനിയേലിൽ പുള്ളിപ്പുലി
ഗ്രീസിനെ കാണിക്കുന്നതാണ്. 2, അതിന്റെ കാല് കരടിയുടേതിന് തുല്യം. കരടി, ബെയർ. കരടി ദാനിയേൽ 7-ാം അധ്യായം അനുസരിച്ച് മേദ്യ പേർഷ്യയുടെ പ്രതീകമാണ്. പിന്നെ അതിന്റെ മുഖം സിംഹത്തിൻ്റെത് പോലെയാ. അത് ദാനിയേൽ 7-ാം അധ്യായം അനുസരിച്ച് ബാബിലോണാണ്. പിന്നെ ആ മൃഗത്തിന്, ഏതാ, വെളിപ്പാട് 13-ൽ യോഹന്നാൻ കാണുന്ന മൃഗത്തിന് 10 കൊമ്പുകൾ. ആ കൊമ്പുകളുമൊക്കെ ദാനിയേൽ 7-ാം അധ്യായത്തിൽ കാണുന്ന ഘോരമൃഗം പ്രതിനിധാനം ചെയ്യുന്ന റോമിനോട് തുല്യമാണ്. അപ്പോൾ യോഹന്നാൻ 13-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു മൃഗമെന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ നമുക്കറിയാം അത് ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. അതിന് ഉള്ള 4 സാമ്രാജ്യങ്ങളുടെയും ഒരു സമ്മിശ്ര രൂപമാണ്. പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഗ്രീസിനും മേദ്യ പേർഷ്യയ്ക്കും ബാബിലോണിനും പിന്നെ റോമിനും ആ എതിർ ക്രിസ്തു എന്ന ആളത്വത്തിൽ, ആ വ്യക്തിയിൽ പങ്കുണ്ട്. ഈ 4 സാമ്രാജ്യങ്ങളുടെയും ഒരു ചേരുവയായിട്ടാണ് എതിർ ക്രിസ്തു ഭരണം നടത്തുവാനായിട്ട് വരുന്നത്. എന്നിട്ട് നാം ഇന്നലെ ആരും തോന്നല്ലോ ആ ഭാഗം നമ്മൾ വായിച്ചത്, അതൊവനിയാനായിരുന്നു. നാം അവിടെ കാണുന്നുണ്ട് ഈ 10 കൊമ്പുകൾ ദാനിയേൽ 7-ാം അധ്യായത്തിൽ. ആ 10 കൊമ്പുകളും 2-ാം അധ്യായത്തിലെ 10 വിരലുകളും ഒരേ അർത്ഥമാണ് കേട്ടോ. ദാനിയേൽ 2-ലെ ബിംബത്തിന്റെ 10 വിരലുകളും ദാനിയേൽ 7-ലെ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതീകമായ മൃഗത്തിന്റെ 10 കൊമ്പുകളും രണ്ടും ഒരേ അർത്ഥം. 10 രാജാക്കന്മാരെ അല്ലെങ്കിൽ ദശരാഷ്ട്ര സംഘടനയെ കാണിക്കുന്നു. ഓക്കെ. എന്നാൽ നാം കാണുന്നു അതിനിടയിൽ അവിടെ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു, എ ലിറ്റിൽ ഹോൺ. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിനെ ദാനിയേൽ 7-ാം അധ്യായത്തിൽ വിളിക്കുന്നത് എന്താണ്? ദ ലിറ്റിൽ ഹോൺ, ഒരു കൊച്ചു കൊമ്പ്, ചെറിയ കൊമ്പ്. അതും മറ്റ് 10 കൊമ്പുകളിൽ, നേരത്തെ ഉണ്ടായിരുന്ന 10 കൊമ്പുകളിൽ 3 എണ്ണത്തിനെ വീഴ്ച കളഞ്ഞ പിന്നെ കിളിർത്തു വന്ന ചെറിയ കൊമ്പ്. അതാണ് നാം ദാനിയേൽ 7-ാം അധ്യായത്തിൽ ഈ ക്രിസ്തുവിനെ, എതിർ ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവയുടെ ഇടയിൽ, ഈ 10 കൊമ്പുകൾക്കിടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഈ 10 രാജാക്കന്മാർ ഭരണം നടത്തുമ്പോൾ അവർക്കിടയിൽ ഒരു കൊച്ചു കൊമ്പ് മുളച്ചു വരികയാണ്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ ചെറുകൊമ്പ് വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന 3 രാജാക്കന്മാരെ പൂർണ്ണമായും മാറ്റിക്കളയുന്നു. എന്നിട്ട് ഈ കൊച്ചു കൊമ്പിൽ, 8-ാം വാക്യമാണ്, മനുഷ്യന്റെ കണ്ണുപോലെയുള്ള കണ്ണ്, വമ്പു പറയുന്ന വായുമുണ്ടായിരുന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ ചെറിയ കൊമ്പെന്ന് പറയുന്നത് വെറും ഒരു അക്ഷരീയ കൊമ്പല്ല. 10 രാജാക്കന്മാർക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു പുതിയ രാജാവാണ്. പ്രായം കൊണ്ട് ചെറിയവനായിരിക്കും,
അനുഭവം കൊണ്ടും കൊച്ചുപുള്ളിയാണ്. പക്ഷേ ഒരു കണ്ണും വമ്പു പറയുന്ന വായും. 17 മുതൽക്ക് അതിന്റെ വിശദീകരണമൊക്കെ ദാനിയേലിന് ദൈവം നൽകുന്നുണ്ട്. എന്നിട്ട് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 24, ഈ രാജ്യത്ത് നിന്നുള്ള, അതായത് റോമിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അപ്പോൾ ആസ് എ കണ്ടിന്യൂറ്റി ടു ദ റോമൻ എംപയർ, ആന്റിക്രൈസ്റ്റ് will appear. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ തുടക്കക്കാരനായിട്ടാണ്, തുടർച്ചക്കാരനായിട്ടാണ് ഈ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുക. അതാണ് 24-ാമത്തെ വാക്യത്തിൽ. 25-ൽ നമ്മൾ കാണുന്നു, ഇവൻ ആരായിരിക്കും? അത്യുന്നതനായ ദൈവത്തിന് വിരോധമായി വമ്പു പറയുന്നവൻ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്നവൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവൻ, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നവൻ, അതുവരെ നിലനിന്നിരുന്ന പല നിയമങ്ങളും മാറ്റും. ഇസ്രായേലിന്റെ തന്നെ ഉത്സവകാലങ്ങളെ മാറ്റും. ഇപ്പം ഇതിനോട് സാമ്യമില്ലാത്തതാണെങ്കിലും ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു, UAE-യിലെ പഴയ സമയക്രമം വ്യാഴം വെള്ളി അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ അവധി മാറ്റി ഞായറാഴ്ചയാക്കി. ഇപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ പുതിയ സർക്കാർ വന്നപ്പം തലസ്ഥാനം മാറ്റി. ഇതിനു മുമ്പിരുന്ന മുഖ്യമന്ത്രി വിശാഖപട്ടണമായിരുന്നു ക്യാപിറ്റലാക്കിയത്. ഇപ്പോൾ വന്നപ്പോൾ പുതിയ മുഖ്യമന്ത്രി പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോ ഭരണകൂടങ്ങൾ വരുമ്പോഴും മാറി മാറി വരുന്നത് പോലെ, ഓരോ കാര്യങ്ങളെയും മാറ്റുന്നത് പോലെ ഇവൻ എന്ത് ചെയ്യും? ഇസ്രായേലിന് പോലും നിയമിച്ച നിയമങ്ങളെയും ദിവസങ്ങളെയും കാലങ്ങളെയും മാറ്റും. അത്ര അധികാരമുള്ളവൻ ആയിരിക്കും. എന്നിട്ട് കാലവും കാലങ്ങളും കാലാംശവും, ഇന്നലെ നമ്മൾ പറഞ്ഞു 3.5 വർഷം അവനെ ഭരിക്കുവാനായിട്ട് വിട്ടുകൊടുക്കും. ഈ പറയുന്നത് 2-ാം പകുതിയിലെ കാര്യമാണ്. മഹാപീഡനത്തിന്റെ 70-ാം ആഴ്ചവട്ടത്തിന്റെ 2-ാം പകുതിയിലെ കാര്യമാണ്. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ, 27-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടത്തുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. സ്തോത്രം. ഇങ്ങനെ എതിർ ക്രിസ്തുവും ഒടുവിലത്തെ ഭരണകൂടങ്ങളുമൊക്കെ കാര്യങ്ങളാകുമെങ്കിലും കാര്യങ്ങളുടെ സമാപ്തി എങ്ങനെയാണ്? പരിസമാപ്തി എങ്ങനെയാണ്? രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും എന്ന് പറഞ്ഞാൽ, ദൈവം ഇസ്രായേലിനെ കുറിച്ച് എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? പണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചോട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ആഗ്രഹം? ദൈവത്തിന്റെ പ്രതിനിധിയായി, സ്രഷ്ടാവിന്റെ പകരക്കാരനായി, സ്രഷ്ടാവിനോട് കൂട്ടായ്മ ബന്ധം നിലനിർത്തിക്കൊണ്ട് സൃഷ്ടിയുടെ മേൽ ഭരണം നടത്തുക. പക്ഷെ അവൻ പാപം ചെയ്തപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്ന്
ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. ഉദ്ദേശം അത് തന്നെ. ദൈവം അവരുടെ രാജാവായിരിക്കുക, അവർ ലോകത്തിന്റെ രാജാക്കന്മാരായിരിക്കുക. പക്ഷേ ഇസ്രായേലും പാപം ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ വേണം. ദൈവം അവരുടെ രാജാവായിരിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞു. എങ്കിലും ദൈവം തന്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. അങ്ങനെ 10 ഗോത്രങ്ങൾ പിന്നീട് മാറിപ്പോയി. പക്ഷേ യഹൂദ ഗോത്രത്തെ ദൈവം അപ്പോഴും വെച്ചുകൊണ്ടിരുന്നു, ദാവീദ് ഗൃഹത്തെയും. എന്നാൽ 606 BC ആയപ്പോഴേക്കും അവരും പാപം ചെയ്ത് മൂർച്ഛിച്ച് ദൈവപദ്ധതിയിൽ നിന്നും മാറിപ്പോയി. അങ്ങനെ ജാതികളുടെ കാലം എന്ന ഒരു കാലം ആരംഭിച്ചു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് ഭരണം നഷ്ടപ്പെട്ടതും ദൈവത്തിന്റെ വിശുദ്ധന്മാരായ ഇസ്രായേൽ അഗ്രചർമ്മികളായ ഭരണാധിപന്മാർക്ക്, ലോകജാതികൾക്ക് വിധേയപ്പെട്ടതുമായ ആ കാലം, അല്ലെങ്കിൽ യെരുശലേമിനെ ബാബിലോൺ കീഴടക്കിയ കാലം മുതൽ ഏത് കാലം തുടങ്ങി? ജാതികളുടെ കാലം, ദ ടൈം ഓഫ് ജെന്റൈൽസ് ആരംഭിച്ചു. പിന്നീട് ഒരിക്കലും അവർക്ക് ഒരു ഭരണകൂടം ഇല്ലാതിരുന്നു. ഇപ്പോൾ നമുക്കറിയാം 1948 1948 അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം പിന്നീട് ലഭിച്ചു. BC 606 ശേഷം ഇസ്രായേലിൽ ഒരു ഭരണാധിപൻ ഉണ്ടാകുന്നത് AD 1948 ഒന്നുകൂടെ ആവർത്തിക്കുന്നു. BC 606 BC യെരൂശലേമിനെ ബാബിലോൺ പിടിച്ചടക്കിയ അനന്തരം ഇസ്രായേലിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ച് ഇസ്രായേലിനെ ഒരു ഇസ്രായേലിയൻ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായത് AD 1948 മെയ് 14 എന്നാലും ഇപ്പോഴും നമുക്കറിയാം ലോകം ഭരിക്കുന്നത് ഇസ്രായേൽ അല്ല. പക്ഷേ ഇനിയും ഒരിക്കൽ കൂടെ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. അന്ന് അവരായിരിക്കും ലോകത്തിന്റെ മുഴുവൻ ഭരണാധിപത്യം നടത്തുന്നത്. അതേപ്പറ്റിയാണ് നാം ഇപ്പോൾ ദാനിയേൽ 7:27 വായിച്ചത്. ഇസ്രായേൽ ഭരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞത് കേട്ടോ, അവന്റെ രാജ്യത്വം. അപ്പോൾ അത് കേവലം ഇസ്രായേൽ ജനത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരെ കുറിച്ചാണ്? അവൻ എന്ന ഏകവചന പുല്ലിംഗ പ്രയോഗത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ എന്ന് പറഞ്ഞാൽ യേശുവിനെ സേവിച്ച് അനുസരിക്കും. എന്നാൽ ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പഴയ റോമിന്റെ തുടർച്ചയായി 10 രാജാക്കന്മാർ ഭരിക്കും. അതിനിടയിൽ വേറെ ഒരു രാജാവ് എഴുന്നേൽക്കും. മറ്റുണ്ടായിരുന്ന 10 പേരിൽ 3 പേരെ നീക്കും. ഇവൻ പ്രത്യേകിച്ച് 3.5 കൊല്ലം ശക്തിയോടെ ലോകത്തെ മുഴുവനും ഭരിക്കും. 7 വർഷത്തിലെ ഒടുവിലത്തെ 3.5 കൊല്ലത്തെ കുറിച്ചാണ് പരാമർശം. അപ്പോൾ എതിർ ക്രിസ്തുവിനെ ഇവിടെ എന്താ പരിചയപ്പെടുത്തുന്നത്? 7-ാം അധ്യായം അനുസരിച്ച് റോമിന്റെ പിന്തുടർച്ചക്കാരനായി വരുന്ന ഒരു കൊച്ചു കൊമ്പ്, ഒരു ചെറിയ കൊമ്പ്, മുമ്പുണ്ടായിരുന്ന 3 രാജാക്കന്മാരെ വീഴ്ത്തിക്കളയുന്ന കൊമ്പ്
എതിർക്രിസ്തുവിന്റെ വിവിധ പേരുകളാകട്ടോ, ഒത്തിരി പേരുകളുണ്ട്. നാം അതിൽ എതിർക്രിസ്തു എന്ന പേര് എടുത്തുദ്ധരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ മാത്രമാണ് ആ പേര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ആകപ്പാട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കാൻ ഈ ഭാഗങ്ങൾ നാം എടുക്കുക. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അല്പം വേഗത്തിലാണോ ഞാൻ പോകുന്നതെന്ന് സംശയിക്കുന്നു. എന്നാലും നിങ്ങൾ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. അപ്പോൾ ദാനിയേൽ 7-ാം അധ്യായത്തിൽ നാം കാണുന്നു വിശുദ്ധന്മാരെ ജയിക്കുന്ന, വിധിക്കുന്ന ഒരു കൊച്ചുകൊമ്പ്, ചെറിയ കൊമ്പ്. 7:19, 20, 21, 22 വാക്യങ്ങളിൽ. 24 തൊട്ട് 26 വരെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 3 രാജാക്കന്മാരെ വീഴ്ത്തി 10 രാജാക്കന്മാർക്കിടയിൽ ഭരണമേറ്റെടുക്കുന്ന ഒരു ചെറിയ കൊമ്പ്. 7:25 വായിച്ചു 3.5 കൊല്ലത്തെ ഭരണം നടത്തുന്ന ചെറിയ കൊമ്പ് അല്ലെങ്കിൽ രാജാവ്. ഇത്രയുമാണ് 7-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിനെ പറ്റി. മുമ്പോട്ട് പോകാമല്ലോ. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും വ്യക്തമാകാതുണ്ടോ? എന്നാൽ പിന്നെ 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 8-ാം അധ്യായം ദാനിയേലിൽ എന്താണ് എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? 8-ന്റെ 9-ാമത്തെ വാക്യം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗ്രീസിന്റെ സാമ്രാജ്യത്തിൽ അലക്സാണ്ടർ മരിച്ചതിന് ശേഷം ഉളവാകുന്ന 4 സാമ്രാജ്യങ്ങളിലെ ഒരു രാജ്യമായ സിറിയയിൽ നിന്നും വരുന്ന ഒരു കൊച്ചുകൊമ്പ്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, 2 കൊമ്പുള്ള ആട്ടുകൊറ്റനും ഒറ്റ കൊമ്പുള്ള കോലാട്ടുകൊറ്റനും. അതിൽ ഒറ്റക്കൊമ്പനായ കോലാട്ടുകൊറ്റൻ ആരെ കാണിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്? ഗ്രീസിനെ. അതെ, ഗ്രീസിനെ. ഗ്രീസ് സാമ്രാജ്യത്തിന്റെ എംബ്ലമാണ് ഈ കോലാട്ടുകൊറ്റൻ. ഗ്രീസിന്റെ നാഷണൽ എംബ്ലമാണ്. പുരാതന ഗ്രീസിൽ, പഴയ ഗ്രീസ് സാമ്രാജ്യത്തിൽ നിന്നും ഗവേഷണം ചെയ്തവർക്ക് ലഭിച്ച പഴയ നാണയത്തുട്ടുകളിലൊക്കെ ഈ കോലാട്ടുകൊറ്റന്റെ എംബ്ലമാണ് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോലാട്ടുകൊറ്റൻ, ഒറ്റക്കൊമ്പനായ കോലാട്ടുകൊറ്റൻ ഗ്രീസിനെ കാണിക്കുന്നു. അതിന്റെ കണ്ണുകൾക്ക് നടുവിലുള്ള മനോഹരമായ വലിയ കൊമ്പ് ആരെ കാണിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്? അലക്സാണ്ടർ. അതിലെ 1-ാമത്തെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ. പക്ഷെ പെട്ടെന്ന് ആ കൊമ്പ് നശിച്ചു പോകുന്നു. പകരം 4 കൊമ്പുകൾ. നമ്മൾ കണ്ടു ഗ്രീസ് സാമ്രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അതിൽ വടക്കേ രാജ്യത്ത് നിന്ന്, സിറിയയിൽ നിന്നൊരു കൊച്ചു കൊമ്പ് മുളച്ചു വരുന്നു. കള്ളക്രിസ്തുവിനെ ദാനിയേൽ 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് 9-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സിറിയക്കാരനായ ഒരു കൊച്ചു കൊമ്പ് ആകാശത്തോളം വലുതാകുന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ ചവിട്ടിക്കളയുന്നു.
7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ ചില രാജാക്കന്മാരെ അവൻ നീക്കിക്കളയുന്നു. സൈന്യാധിപതിയോളം തന്നെത്താൻ വലുതാക്കുന്നു. അവൻ തന്നെ തന്നെ ദൈവത്തോളം ഉയർത്തുന്നു. തത്തുല്യമായ കാര്യം നമ്മൾ 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിൽ കണ്ടു. അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തു എന്തു ചെയ്യും? ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്നു. എന്നാൽ ദാനിയേലിനോട് ദൈവം പറയുമ്പോൾ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോളം അവൻ തന്നെത്താൻ ഉയർത്തുകയാണ്. പണ്ട് സാത്താൻ ആഗ്രഹിച്ചതും അതല്ലായിരുന്നു. അവന് നടന്നില്ല, അവന് സാധിച്ചില്ല. അതുകൊണ്ട് ഇവനിൽ കയറിക്കൂടി സാത്താൻ പണ്ടത്തെ ആഗ്രഹം നിവർത്തിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് എതിർ ക്രിസ്തു പറയും, ഞാൻ എല്ലാ ദൈവങ്ങളെക്കാളും വലിയ പുള്ളിയാണ്. അതാണ് നാം 9-ാമത്തെ വാക്യത്തിൽ 8-ാം അധ്യായത്തിൽ കാണുന്നത്. സൈന്യത്തിന്റെ അധിപതിയോളം ദൈവത്തോളം തന്നെത്താൻ വലുതാക്കുന്നു. ദൈവത്തിനുള്ള നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്നു. കൂടുതൽ വിശദീകരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സത്യത്തെ നിലത്ത് തള്ളിയിടുന്നു എന്ന് പറഞ്ഞാൽ സത്യവും നീതിയും ന്യായവും ഒന്നും ലേശം ഇല്ലാതെയാകുന്നു. ഈ കാലങ്ങളിലൊക്കെ നമ്മൾ സകല മണ്ഡലങ്ങളിലും നീതിയും സത്യവും ഒക്കെ നിലത്ത് വീഴുന്നത് കാണുന്നില്ലേ? സഭാമണ്ഡലങ്ങളിൽ പോലും സത്യത്തിനും നീതിക്കുമൊന്നും സ്ഥാനമില്ല. അനീതിയും അസത്യവും ഒക്കെയാണ് ആത്മീയ മണ്ഡലങ്ങളിൽ പോലും ഇന്ന് വാഴ്ച നടത്തുന്നത്. എന്തിനുള്ള ഒരുക്കം? എതിർ ക്രിസ്തുവിനായിട്ടുള്ള ഒരുക്കം. എന്നിട്ട് 8-23 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ്. എതിർ ക്രിസ്തുവിന്റെ വിവിധ പേരുകളും വിശദീകരണങ്ങളുമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ്. ഈ നിലകളിലാണ് 8-ാം അധ്യായത്തിൽ നാം എതിർ ക്രിസ്തുവിനെ കാണുന്നത്. 9-ാം അധ്യായത്തിൽ 9-26-27 നമ്മൾ കണ്ടു വരുവാനുള്ള പ്രഭു, എ പ്രിൻസ് ടു കം. എത്ര നാൾ ഭരണം നടത്തും? അവസാനത്തെ 3.5 കൊല്ലമായിരിക്കും. ഒരാഴ്ചവട്ടത്തേക്കാണ് അവന്റെ ഭരണം. ഒരാഴ്ചവട്ടം നമ്മൾ കണ്ടു 7 വർഷം. അപ്പോൾ അവൻ 7 വർഷം. എന്നാൽ അതിന്റെ ആദ്യത്തെ 3.5 കൊല്ലം വലിയ കുഴപ്പമില്ലാതെ നിന്നിട്ട് ഒടുവിലത്തെ 3.5 കൊല്ലമാണ് അവന്റെ തനി നിറം കാണിക്കുന്നത്. അതാണ് നാം ദാനിയേൽ 9-ാം അധ്യായത്തിൽ കാണുന്നത്. അവന്റെയും അവസാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയോടുകൂടെയാണ്. ഇവിടങ്ങളിലെല്ലാം ഇവരുടെ ഒക്കെ അവസാനം ഒറ്റ രീതിയിലാണ് ന്യായവിധി. 11-36 വരെ, ദാനിയേൽ 11 11:36-45 അവിടെ നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജാവ്. എ കിങ് ഹു വിൽ വർക്ക് സിംപ്ലി അക്കോർഡിംഗ് ടു ഹിംസെൽഫ്. വേറെ ഒരുത്തനെയും കൂസത്തില്ല. ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും എന്നർത്ഥം. സ്വേച്ഛാധിപത്യമായിരിക്കും. ആരും ചോദിക്കാനും പറയാനും ഒക്കത്തില്ല. നമ്മുടെ നോർത്ത് കൊറിയയിലെ പുള്ളിയെ കണ്ടില്ലേ?
ഭാര്യയോ മക്കളോ പോലും ചോദിച്ചാൽ പിന്നെ തല കാണത്തില്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച്. ഇന്നുമുണ്ട് അതുപോലെ ഡിക്റ്റേറ്റർഷിപ്പ് നടത്തുന്ന ഭരണാധിപന്മാർ. പണ്ട് ഹിറ്റ്ലറൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഭരിക്കുന്ന ഒരുത്തനായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ദാനിയേൽ എതിർ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് വിവിധ വിശദീകരണങ്ങളും പേരുകളും നമുക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി പാസ്റ്റർ. ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഈ വെളിപ്പാട് പുസ്തകം 13 7 തലയത് എന്താ ഭാഷ? 7 തല, 10 കൊമ്പ് മനസ്സിലായി, തല എന്തോ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിലേക്ക് വരുന്നു. അത് 17-ാം അധ്യായത്തിലും നമുക്കത് കാണാം. പതിമൂന്നാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലുമുള്ള മൃഗങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ കാണുന്നു. അതിന്റെ അർത്ഥം 17-ന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേര് വീണുപോയി. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ മതി കണ്ട മതി മതി 7 തല. അതിന്റെ അർത്ഥം 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആ മൃഗത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യുന്ന ആ മഹാവേശ്യ എന്ന് വിളിക്കപ്പെടുന്ന, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ ഇരിക്കുന്ന 7 മലകൾ. മറ്റൊരർത്ഥമുണ്ട്. 2 അർത്ഥങ്ങളാണ് 7 തലയ്ക്ക്. ഒന്ന്, 7 മലകൾ. 7 മലകളിൽ ഇരിക്കുന്ന പട്ടണം എന്ന് വിളിക്കപ്പെടുന്നത് റോമിനെയാണ്. യാ, അതുകൊണ്ടാണ് ഈ സ്ത്രീ റോമൻ കത്തോലിക്ക സഭയാണെന്നും എതിർ ക്രിസ്തു പോപ്പാണെന്നുമൊക്കെ നമ്മുടെ ഇടയിൽ ഒരു സംസാരമുള്ളത്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ കെ എബ്രഹാം സാർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 7 മലകൾ. അപ്പോൾ 7 തല കുറിക്കുന്നത് ഈ സ്ത്രീ ഇരിക്കുന്ന 7 മലകളാണ്. 2-ാമത്തെ അർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവ 7 രാജാക്കന്മാരുമാകുന്നു. 7 രാജാക്കന്മാർ എന്നതിനെ 7 സാമ്രാജ്യങ്ങൾ എന്ന് വിളിക്കാം. രാജാവ് എന്നതുകൊണ്ട് രാജ്യം എന്നർത്ഥമുണ്ട്. രാജ്യം എന്നിവിടെ പറയുന്നത് സാമ്രാജ്യത്തെയാണ്. ഇതുവരെ ലോകത്തിൽ വേദപുസ്തകം അനുസരിച്ചുണ്ടായിട്ടുള്ള സാമ്രാജ്യങ്ങൾ ഈ വകകളാണ്. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന അതിൽ 7 രാജാക്കന്മാരാണ്. അതിൽ 5 പേര് വീണുപോയി. 5 പേര് വീണുപോയി. എപ്പോഴാ? യോഹന്നാൻ ഇത് കാണുമ്പോൾ. ഏതൊക്കെയാണ് സാമ്രാജ്യങ്ങൾ?
ബാബിലോണിന് ബാബിലോണിന് മുമ്പുണ്ടായിരുന്ന 2 ലോക സാമ്രാജ്യങ്ങളുണ്ട്. ഒന്ന് ഈജിപ്റ്റ്, മിസ്രൈം, മറ്റൊന്നാണ് അശ്ശൂർ അഥവാ അസീറിയ. അപ്പോൾ മിസ്രൈം അഥവാ ഈജിപ്റ്റ്, അശ്ശൂർ അല്ലെങ്കിൽ അസീറിയ, ബാബിലോൺ, മേദ്യ പെർഷ്യ, ഗ്രീസ്, വീണുപോയ 5 പേര് വരാം. ഒരുത്തൻ ഉണ്ട്, 7 പേരിൽ ഒരുത്തനുണ്ട്. അന്ന് റോമാണുള്ളത്. പിന്നെ പറയുന്നു മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അവനാണ് എതിർക്രിസ്തുവിന്റെ ഭരണകൂടം, ആന്റിക്രൈസ്റ്റിന്റെ കിങ്ഡം, അന്ത്യകാല ഭരണകൂടം. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ആ കുറഞ്ഞോന്നിന്റെ അർത്ഥം നമുക്കറിയാം. മൊത്തം 7, അതിലൊടുവിലത്തെ 3.5 കൊല്ലം അവന്റെ തനി നിറത്തിൽ. പിന്നെ അവൻ ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം, 8ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. അതിനൊരൽപ്പം നിൽക്കണേ, അതിന്റെ വിശദീകരണം ഇപ്പോൾ ഞാൻ തരുന്നില്ല. ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ തീരത്തില്ല. അപ്പോൾ 7 തലകളുടെ അർത്ഥം മനസ്സിലായല്ലോ. 7 മലകൾ ഒരു പട്ടണമാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പട്ടണവും ഒരു പ്രസ്ഥാനവുമാണ്. അതിരിക്കുന്ന 7 മലകൾ, നമ്മുടെ അറിവിൽ ഈ 7 മലകൾ റോമിലാണുള്ളത്. 7 രാജാക്കന്മാർ എന്ന് പറഞ്ഞ 7 സാമ്രാജ്യങ്ങൾ. അതിൽ യോഹന്നാൻ ഇത് കാണുന്ന സമയത്ത് 5 പേർ വീണ് കഴിഞ്ഞിരുന്നു. 6ാമത്തേത് അപ്പോൾ ഉണ്ടായിരുന്നു. 7ാമത്തേത് ഇനി വരുവാൻ ഇരിക്കുന്നു. അങ്ങനെ 7 സാമ്രാജ്യങ്ങൾ. അതിനെയാണ് ഈ 2 കാര്യങ്ങളാണ് 7 തലകൾ കൊണ്ട് വ്യക്തമാകുന്നത്. അപ്പോൾ ദാനിയേൽ, യെശയ്യാവും പഴയ നിയമത്തിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ളത് കണ്ടു. അവിടെ ആരും എതിർക്രിസ്തു എന്ന പേര് ഉപയോഗിക്കുന്നില്ല, മറ്റു പല പേരുകളുമാണുള്ളത്. യേശുക്രിസ്തുവിനും ധാരാളം പേരുകൾ ഉള്ളതുപോലെ കള്ളക്രിസ്തുവിനും ഓരോരുത്തർക്കും ലഭിച്ച ദർശനത്തിലും വെളിപ്പാടിലും വിവിധ പേരുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എതിർക്രിസ്തു എന്ന പേര് ഉപയോഗിക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന അഭിപ്രായങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. സ്തോത്രം. ലോകം എതിർക്രിസ്തുവിനായി സ്വഭാവം കൊണ്ടും പ്രകൃതം കൊണ്ടുമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയരെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് തൻ്റെ ശരീരത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയവനും നാം ഇനി പാപത്തിന് ജീവിക്കാതെ നീതിക്ക് ജീവിക്കുന്നവരായിരിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനുമായ നമ്മുടെ കർത്താവ് മേഘത്തിൽ തേജസ്സോടെ സഭയെ ചേർക്കുവാൻ വരുന്ന ആ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.